കോട്ടയത്തേക്കൊന്ന് പോകാം. കോട്ടയത്ത് നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഹാപ്പി ന്യൂ ഇയർ. നല്ല അടിപൊളിയാകട്ടെ 2026. ഹാപ്പി ന്യൂ ഇയർ ദിവ്യ. എന്തായാലും കോട്ടയത്തെ ആഘോഷ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം നിൽക്കുന്ന വടവാതൂരിലെ കോട്ടയം കാർണിവലിന്റെ ഭാഗമായുള്ള പുതുവത്സരാഘോഷ പരിപാടികൾ പൂർത്തിയായിരിക്കുന്നു. പാപ്പാഞ്ഞിയെ കത്തിച്ച ശേഷം കരിമരുന്ന് പ്രയോഗമുണ്ടായിരുന്നു. അത് വീക്ഷിച്ച ശേഷം ഇപ്പോൾ ആളുകൾ മടങ്ങുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഇപ്രാവശ്യത്തെ? സൂപ്പർ 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 സൂപ്പർ. ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഞങ്ങൾ എല്ലാവരും വരുന്നതാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലേക്ക് മടങ്ങാം. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കുമല്ലോ തിരിച്ച് വീട്ടിലേക്ക് എത്തും. ഒരു അരമണിക്കൂർ എടുക്കും. ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. അടിപൊളിയായിട്ട് ഞങ്ങൾ വരുന്നതാണ്. സൂപ്പറാണ്. ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവർ വലിയ രീതിയിൽ ആഘോഷത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം ഓരോരുത്തരും പങ്കുവെക്കുന്നുണ്ട്. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കമൊന്നും വരുന്നില്ലല്ലേ? സന്തോഷം അല്ലേ? എന്നാ ന്യൂ ഇയറിന്റെ പരിപാടികൾ ഇനി? സ്കൂളിൽ പോയി കൂട്ടുകാരോടൊക്കെ പറയൂ. എല്ലാരും എല്ലാ പ്രായ ഗ്രൂപ്പിലുള്ള ആളുകളും ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും അതിന്റെ ആ വൈബിലാണ്. കുഞ്ഞു കുട്ടികളും വലിയ ആളുകളും എല്ലാം പ്രതികരിക്കുന്ന ആ നിലയ്ക്ക് തന്നെയാണ്. വലിയ ആഘോഷമായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നത്. വടവാതൂരിലും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലും അടക്കം പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ജനങ്ങൾ. ചേട്ടാ എങ്ങനെ പരിപാടി കഴിഞ്ഞ ആളുകളൊക്കെ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങിയല്ലേ? അവിടെ നിങ്ങൾ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോകാനൊരു മടിയുണ്ടല്ലേ? മടിയാണ്. എന്നാലും വീട്ടിലോട്ട് പോകണ്ടേ? അല്ലേ പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യണേ. ടെലികാസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണ്. ഹാപ്പി ന്യൂ ഇയർ ഡിയർ. എങ്ങനെയുണ്ട്? ആഘോഷിച്ചോ? നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസിന്റെ ഒരു വലിയ നിരയുണ്ട്. പോലീസുകാരുടെ ഒരു സേവനം ഈ കാര്യത്തിൽ വളരെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെയും പോകുന്നത്. വളരെ മികച്ച രീതിയിൽ അത് പുരോഗമിക്കുകയായിരുന്നു. ഇവിടെ ഗാനമേള അവതരിപ്പിച്ചൊരു കലാകാരനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ സീസൺ, ന്യൂ ഇയർ സീസൺ? ന്യൂ ഇയർ നമ്മൾ ഏറ്റവും സന്തോഷം ഇങ്ങനെ കൂടാൻ പറ്റുന്നത് നമ്മൾ തിരുവഞ്ചൂരിൻ്റെ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ വലിയൊരു ആഘോഷമായിട്ട് ഇത് ഇപ്പോൾ 2-3 വർഷമായും തോന്നുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പരിപാടിക്ക് വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും പാട്ടുകളൊക്കെ പൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. 10,000-ഓളം ആളുകൾ തിങ്ങി നിറഞ്ഞ വടവാതൂരിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായിരിക്കുന്നു. അവരൊക്കെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. സൂപ്പർ പരിപാടി. ഇതുപോലെ വേറെ പരിപാടി ഈ ലോകത്തില്ല. എല്ലാ വർഷവും ഇതുപോലെ തന്നെ അടിപൊളി പരിപാടിയാ. ഹാപ്പി ന്യൂ ഇയർ. തകർത്തു അല്ലേ? പിന്നെ തകർത്ത് പൊളിച്ചടിക്കുകയാണ്. അടിപൊളിയാണ്. അടുത്ത വർഷം അടിപൊളിയായിട്ട് കാണാം. ദിവ്യ, ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ അവർ അത്രത്തോളം എൻജോയ് ചെയ്തു. അവരുടെ ഒരു പുതിയ വർഷത്തെ അവർ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷത്തെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് അവർ മറക്കുകയാണ്. ഇനി ഒരു പുതിയ പ്രതീക്ഷയുടെ നാളുകളാണ്. ഇനി പുതിയൊരു വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ അവർ പുതിയ മത്സരത്തെ വരവേൽക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടം അവർ മടങ്ങുകയാണ് വീടുകളിലേക്ക്. വലിയ സന്തോഷം അവർ പകർന്ന് അവർ പരസ്പരം പങ്കിട്ട് അങ്ങനെ കോട്ടയത്തെ വടവാതൂരിലെ കോട്ടയം കാർണിവലിന്റെ പരിസമാപ്തിയായിരിക്കുന്നു. അവർ ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് ഓരോ ദൃശ്യങ്ങളിൽ നിന്നും അവരുടെ ആവേശം മനസ്സിലാക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. തകർത്തു. കൊള്ളാം. എല്ലാവർക്കും, എല്ലാ കുട്ടികളും ചെറുപ്പക്കാരും വീട്ടമ്മമാരും പ്രായമുള്ള ആളുകളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു അടിപൊളി. അടിപൊളി എന്നുള്ളൊരു വാക്കാണ് അവർ പ്രയോഗിക്കുന്നത്. ദിവ്യ, ശരി. എന്തായാലും ആളുകളൊക്കെ ഇതാ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2025 ബൈ പറഞ്ഞ് 2026 സ്വീകരിച്ചുകൊണ്ട് അവർ ആഘോഷത്തോടുകൂടെ സന്തോഷത്തോടുകൂടി വീടുകളിലേക്ക് മടങ്ങുന്ന കോട്ടയം